ഹലോ ഹായ് നമസ്കാരം. ലാപ്പത്ത ലേഡീസ് എന്ന സിനിമ, ലേഡീസ് എന്ന് പറയുന്നതിനേക്കാൾ ലേഡീസ് എന്ന് പറയുമ്പോൾ കിട്ടുന്ന ഒരു രസമുണ്ടല്ലോ, അതിൻ്റെ ഒരു നിഷ്കളങ്കത ഉണ്ടല്ലോ, അതാണ് എനിക്ക് പറയാൻ തോന്നുന്നത്. അമീർ ഖാൻ പ്രൊഡക്ഷൻസ് നമ്മുടെ മുന്നിലേക്ക് എത്തിക്കുന്ന സിനിമയാണ്. ഈ സിനിമയുടെ ട്രെയിലർ കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്കൊരു ഇൻട്രസ്റ്റ് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് തൊട്ട് മുമ്പത്തെ ഒരു വീഡിയോയിൽ നമ്മൾ സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഈ സിനിമ ശരിക്കും ശനിയാഴ്ച ടിക്കറ്റ് ബുക്ക് ചെയ്തതാണ്. അന്ന് പോകാൻ പറ്റിയില്ല. ഞായറാഴ്ചത്തേക്ക് ബുക്ക് ചെയ്തു. പക്ഷേ അന്ന് വേറൊരു പണി വന്നതിൻ്റെ ഭാഗമായിട്ട് ആ ടിക്കറ്റ് ഞാൻ ക്യാൻസൽ ചെയ്തു. എന്നിട്ട് ഇന്നാണ് ഞാൻ ആ സിനിമ പോയി കാണുന്നത്. അത് കാണാൻ ലേറ്റ് ആയതിനെക്കുറിച്ച് ആലോചിച്ച് എനിക്ക് നല്ല സങ്കടമുണ്ട്. കാര്യം അത്രയും മനോഹരമായ സിനിമ എന്ന് വെച്ചാൽ ആത്മാർത്ഥമായ സിനിമ എന്ന് പറയാനാണ് ഞാൻ കൂടുതൽ ഇഷ്ടപ്പെടുന്നത്. കാര്യം ഇത് കണ്ടു കഴിയുമ്പോൾ നമുക്ക് ഇതിൻ്റെ പുറകിലുള്ള ആത്മാർത്ഥമായ ഒരുപാട് കാര്യങ്ങളെക്കുറിച്ച് പുകഴ്ത്തി പറയാൻ തോന്നും. ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത് ആത്മാർത്ഥമായിട്ടുള്ള ആ ക്യാരക്ടറൈസേഷൻസ് ആണ്. എന്ന് വെച്ചാൽ ഈ സിനിമയിൽ നമ്മൾ കാണുന്ന ഓരോ ക്യാരക്ടറും നമ്മൾ ഈ ഭക്ഷണമൊക്കെ കഴിക്കുമ്പോൾ പറയില്ലേ, വെണ്ണ പോലത്തെ നല്ല ഭക്ഷണമാണെന്ന് പറയും എന്ന് പറഞ്ഞ പോലെ നല്ല പൊന്നുംകുടം പോലത്തെ ക്യാരക്ടേഴ്സാണ്. എന്ന് വെച്ചാൽ എല്ലാവർക്കും അവരുടേതായിട്ടുള്ള കുഴപ്പങ്ങളൊക്കെ ഉണ്ട്. ഈ സിനിമയിലുള്ള എല്ലാവരും നന്മ നിറഞ്ഞവരൊന്നും അല്ല. പക്ഷേ അതിൻ്റെ ഒരു നിർമ്മലമായ ഏറ്റവും സുന്ദരമായ ഒരു സൈഡ് എന്ന് പറയില്ലേ, അതിനെ കാണിക്കാൻ വേണ്ടി ഈ സിനിമ വളരെയധികം വിജയിച്ചിട്ടുണ്ട്. ആ ഒരു കാര്യത്തിൽ അത് നമ്മളെ കൺവിൻസ് ചെയ്യുന്ന കാര്യത്തിൽ, അതായത് ഈ ക്യാരക്ടേഴ്സൊക്കെ പാവങ്ങളാടോ, അവരുടെ സിറ്റുവേഷൻസ് ഇതൊക്കെയാണ് എന്ന് നമ്മളോട് സിനിമ പറയുകയാണ്. അല്ലെങ്കിൽ അത്രയും കൺവിൻസിങ് ആയിട്ട് സിനിമ നമ്മുടെ മുന്നിൽ അവതരിപ്പിക്കുകയാണ്. അതെനിക്കൊരു വലിയ പോസിറ്റീവ് ഘടകമായിട്ടാണ് ഫീൽ ചെയ്തത്. അത്രയും നിർമ്മലമായ കഥാപാത്രങ്ങൾ, അതിനെ ഏറ്റവും ആത്മാർത്ഥമായി അവർ എഴുതിയുണ്ടാക്കി എന്നുള്ളത് മാത്രമല്ല, ഏറ്റവും ആത്മാർത്ഥതയോടെ അത് പെർഫോം ചെയ്ത് നമ്മുടെ മുന്നിലേക്ക് എത്തിക്കുന്നു എന്നുള്ളതാണ്. ഒരൊറ്റയാളെ പോലും ഓവറാക്കിയെന്നോ ശരിയായില്ലെന്നോ എന്നൊന്നും പറയാനില്ല. എല്ലാവരും ഗംഭീര പെർഫോമൻസാണ് കാഴ്ചവെച്ചിരിക്കുന്നത്. ദി ക്യൂട്ടസ്റ്റ്, ദി ബ്യൂട്ടിഫുൾ. എനിക്ക് എന്തൊക്കെ വാക്കുകൾ ഉപയോഗിക്കണം എന്നറിയില്ല. എനിക്ക് അത്രയും സ്നേഹം തോന്നിപ്പോയി ഓരോ ക്യാരക്ടറിനോടും. ആൻഡ് അവരുടെ ദുഃഖങ്ങൾ, അവരുടെ ടെൻഷൻസ്, ഒരു കുഗ്രാമത്തിലുള്ള ആളുകളാണ്. അവരുടെ പ്രശ്നങ്ങൾ എന്ന് പറയുന്നത്, അവരുടെ ആഗോള പ്രശ്നങ്ങൾ എന്ന് പറയുന്നത് നമ്മൾ നേരെ നോക്കുമ്പോൾ സിമ്പിൾ കാര്യങ്ങളാണ്. ഇപ്പോൾ ഈ സിനിമയുടെ കഥയുടെ കാര്യം എടുത്ത് നോക്കി കഴിഞ്ഞാൽ ട്രെയിലർ കണ്ടിട്ടുള്ള ആളുകൾക്കറിയാം ഇതിലങ്ങനെ വലിയ ട്വിസ്റ്റ് ഉണ്ടോണമെന്നൊന്നുമില്ല. ഒരാൾ കല്യാണം കഴിഞ്ഞ് അയാളുടെ ഭാര്യയുമായിട്ട് വീട്ടിലേക്ക് വരുന്നു. ട്രെയിനൊക്കെ കയറിയാണ് വരുന്നത്. ഇടയ്ക്ക് വെച്ച് ഈ ഭാര്യ മാറിപ്പോയി. അപ്പോൾ ഈ പെണ്ണിൻ്റെ തലയിൽ ഈ ഇടുന്ന തുണി ഉണ്ടല്ലോ, വെയിൽ, അത് ഈ പുരുഷൻ, ഭർത്താവിൻ്റെ മുന്നിൽ വെച്ച് മാത്രമേ ഇത് മാറ്റാൻ പാടുള്ളൂ, അല്ലെങ്കിൽ മറ്റാരും ഇത് കാണാൻ പാടില്ല എന്നൊക്കെ ഉണ്ട്. ആൻഡ് ഭർത്താവിൻ്റെ പേര് വാഗണ്ട് ഉച്ചരിക്കാൻ പാടില്ല എന്നൊക്കെ വിശ്വസിച്ച് അങ്ങനെ വളരുന്ന സ്ത്രീകളാണ്. അപ്പോൾ അവർ ഈ കല്യാണം കഴിഞ്ഞിട്ട് തിരിച്ച് ട്രെയിൻ ഇറങ്ങി വീട്ടിലേക്ക് എത്തിയപ്പോഴേക്കും വധു മാറിപ്പോയി. ഇതാണ് സംഭവം. അപ്പം മാറിപ്പോയൊരു വധു ഒരു സ്ഥലത്തുണ്ട്, മാറി നമ്മുടെ നായകനോടൊപ്പം വന്നിട്ടുള്ളൊരു വധുവുണ്ട്. അവർക്കൊരു സ്റ്റോറിയുണ്ട്. ഈ രണ്ട് സ്റ്റോറീസ്, ഇതിൻ്റെ ഒരു കോൺട്രാസ്റ്റ്, ഇവർ ചെയ്യുന്ന കാര്യങ്ങൾ, അതിലെ ആത്മാർത്ഥത, പിന്നെ ഈ രണ്ട് സ്ത്രീകൾക്കും ഇടയിൽ പെട്ടുപോകുന്ന നമ്മുടെ നായകൻ, പിന്നെ വില്ലന്മാരായിട്ടുള്ള കുറേ ആളുകൾ, അല്ലെങ്കിൽ വില്ലൻ എന്ന രീതിയിൽ നമ്മുടെ മുന്നിൽ അവതരിപ്പിക്കുന്ന കുറേ ക്യാരക്ടേഴ്സ്, അതിൻ്റെയൊക്കെ കുറേ ചേഞ്ചിങ് പരിപാടികൾ, ഇതൊക്കെ ഓരോ ആർട്ടിസ്റ്റുകളും ഏറ്റവും ഗംഭീരമായി ഏറ്റവും ക്യൂട്ടായി സിനിമയുടെ ക്ലൈമാക്സ് ഒക്കെ എത്തിക്കഴിഞ്ഞപ്പോൾ എൻ്റെ കണ്ണൊക്കെ നിറഞ്ഞു. എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. അങ്ങനെ ആത്മാർത്ഥമായിട്ട്, അതായത് ഒന്നും തിരിച്ച് വേണ്ട, ഒരു പരിപാടിയില്ല, എനിക്ക് സ്നേഹം മാത്രമേ ഉള്ളൂ എന്ന് പറയുന്ന പോലത്തെ കുറച്ച് ആളുകൾ. അങ്ങനെ നമുക്ക് ഏത് കാലത്തും, ഞാനിത് സ്പോയിലർ ആവണ്ടെന്ന് വെച്ചിട്ടാട്ടോ ഇങ്ങനെ അവിടെ ഇവിടെയും കൊള്ളിച്ച് പറയുന്നത്, ചിലപ്പോൾ കൺഫ്യൂഷൻ ആവുന്നുണ്ടാവും. എനിക്ക് ആ സിനിമ കണ്ടപ്പോൾ ഉള്ള സന്തോഷമാണ് ഞാൻ നിങ്ങളോട് പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത്, ഒരു റിവ്യൂ വീഡിയോ എന്നുള്ളതിനപ്പുറത്തേക്ക്. അപ്പോൾ അങ്ങനെ നമുക്കും കൂടി അതുപോലൊരു വീടുണ്ടാവണം ഓടിക്കയറി ചെല്ലാന്ന് ഫീൽ ചെയ്യിപ്പിക്കുന്ന രീതിയിൽ അയ്യോ അടിപൊളിയായിട്ടുണ്ടായിരുന്നു. ആൻഡ് മ്യൂസിക് ഒരു രക്ഷയില്ല. പടം കഴിഞ്ഞിട്ട് ശ്രേയ ഘോഷാലിൻ്റെ സൗണ്ടാന്ന് തോന്നുന്നു, ഒരു പാട്ട് ഇങ്ങനെ കയറി വരും. എൻ്റെ മോനെ, ആ ആംബിയൻസിൽ, ആ ഇമോഷനിൽ ഞാനിങ്ങനെ ഇരുന്നു തിയേറ്ററിൽ. നല്ല രസമായിരുന്നു. എന്ത് രസമായിരുന്നു എന്നറിയാം. അങ്ങനെ ഒരു സംഭവം. പിന്നെ ഇതിൻ്റെ വിഷ്വൽ സൈഡ്, അതും വളരെ ബ്യൂട്ടിഫുള്ളായിട്ട്, എന്ന് വെച്ചാൽ ഒരു കുഗ്രാമം എന്നൊക്കെ പറയുന്ന സംഭവം. അതുപോലെ നായിക പെട്ടുപോകുന്നൊരു റെയിൽവേ സ്റ്റേഷൻ, ട്രെയിൻ യാത്രയിലുണ്ടാകുന്ന കൺഫ്യൂഷൻ. ഇതിൻ്റെ വിഷ്വൽ സൈഡ് എന്ന് പറയുമ്പോഴേ, സിനിമ തുടങ്ങുന്നത് തന്നെ അങ്ങനത്തെ ഒരു നോർത്ത് ഇന്ത്യൻ വൈബുള്ള ഒരു കല്യാണക്കുറി പോലത്തെ ഒരു ടെംപ്ലേറ്റ് വെച്ചിട്ട് ടൈറ്റിൽ എഴുതി കാണിച്ചിട്ടാണ് പടം തുടങ്ങുന്നത്. അവിടെ തൊട്ട് സിനിമയുടെ അവസാനം വരെയും അവർ മെയിൻറ്റെയിൻ ചെയ്തു പോകുന്ന ഒരു കളറുണ്ട്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഫീലുണ്ട്. അത് നമ്മൾ ഈ നോർത്ത് ഇന്ത്യൻസ് ഒരുപാടുള്ള ട്രെയിനിലൊക്കെ കയറുന്ന സമയത്ത് അവിടെ ഒരു വൈബുണ്ട്. എത്ര പേർക്ക് അതെങ്ങനെ റിലേറ്റ് ചെയ്യും, എങ്ങനെയൊക്കെ ആയിരിക്കും അത് റിലേറ്റ് ചെയ്യുന്നുണ്ടാവുമെന്ന് എനിക്കറിയില്ല. പക്ഷേ അതിൻ്റെ ഒരു ബ്യൂട്ടിഫുൾ സൈഡാണ് സിനിമ മുഴുവനായിട്ടുള്ളത്. അതിൻ്റെ വിഷ്വൽ സൈഡിലൊക്കെ അതൊക്കെ കാണാനുണ്ട്. വളരെ നിർമ്മലമായ, വളരെ സിമ്പിളായ, ഒരുപാട് നർമ്മ മുഹൂർത്തങ്ങളുള്ള, എന്ന് വെച്ചാൽ കോമഡി ചിരിച്ച് ചത്തുവോ നമ്മൾ എന്നൊന്നുമല്ല പറയുന്നത്. വളരെ നിർമ്മലമായ തമാശകൾ, ആളുകളുടെ അറിവില്ലായ്മയിലുണ്ടാകുന്ന കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ,
അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ പോലും കൗണ്ടറിലൊക്കെ പറയുന്ന, പക്ഷേ നമ്മൾ വളരെ ടെൻഷനിൽ പറയുന്നൊരു കാര്യം വേറൊരാളുടെ ജീവിതത്തിലാകുമ്പോൾ നമുക്കൊരു രസമുള്ള കാര്യമായിട്ട് തോന്നുമല്ലോ, എന്ത് ഇവന്മാരി കാണിക്കുന്നതൊക്കെ തോന്നുക. അങ്ങനത്തെ കുറച്ച് കുഞ്ഞു കുഞ്ഞു തമാശ രംഗങ്ങളും ഒക്കെ ആയിട്ട് പോകുന്ന സ്വീറ്റ് ആൻഡ് ക്യൂട്ട് ആൻഡ് ബ്യൂട്ടിഫുൾ ആൻഡ് പെർഫോമൻസുകൾ കൊണ്ട് അമേസിംഗ് എന്ന് പറയാവുന്ന, ഓഡിയോ വിഷ്വൽ ട്രീറ്റ് കൊണ്ട് മനോഹരമെന്ന് പറയാവുന്ന, പക്ഷേ ഒരു ടിപ്പിക്കൽ ബോളിവുഡ് സിനിമയിൽ നമ്മൾ കാണുന്ന മസാല പരിപാടികൾ, പാട്ട് പരിപാടികൾ, ഗ്രൂപ്പ് ഡാൻസ് പരിപാടികൾ, മാസ് പരിപാടികൾ, ഇതൊന്നും അതിൽ പ്രതീക്ഷിക്കരുത്. ഇതൊരു കുഞ്ഞു പടമാണ്, പക്ഷേ ഇതിനകത്ത് ഒരുപാട് സോഷ്യോ പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെൻറ്റുകളുണ്ട്. സ്ത്രീ സ്വാതന്ത്ര്യത്തെക്കുറിച്ച്, പെൺകുട്ടികളുടെ വിദ്യാഭ്യാസത്തിനെക്കുറിച്ച്, വിവാഹത്തെക്കുറിച്ച്, വിവാഹാനന്തര ജീവിതത്തെക്കുറിച്ച്, ഒരുപാട് കാര്യങ്ങളെക്കുറിച്ച് ഈ സിനിമ സംസാരിച്ച് പോകുന്നുണ്ട്. ജൈവ കൃഷിയെക്കുറിച്ച് പോലും ഈ സിനിമ സംസാരിക്കുന്നുണ്ട്, വളരെ ഗംഭീരമായിട്ട്, സ്ട്രോങ് ആയിട്ട് തന്നെ. പക്ഷേ അതൊന്നും ഒരു സ്റ്റഡി ക്ലാസ് പരിപാടിയിലേക്ക് പോകാതെ വളരെ രസമുള്ളൊരു കുഞ്ഞു പടമായിട്ട് നമ്മുടെ മുന്നിലേക്ക് വരികയാണ്. ഇതങ്ങനെ ഒരു കുഞ്ഞു പടമായി പോകേണ്ട പടമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. നെറ്റ്ഫ്ലിക്സ് ആണ് ഇതിൻ്റെ ഒഫീഷ്യൽ പാർട്ട്ണർ എന്ന് പറയുന്നത്. ഞാൻ എടുത്തു പറയുന്നത്, ഇന്ന് ഞാൻ തിയേറ്ററിൽ ചെന്നപ്പോൾ എനിക്ക് വലിയ തിരക്കൊന്നും തോന്നിയില്ല. എറണാകുളത്ത് ആകെ ഒരു ഷോ മാത്രമാണ് ഈ സിനിമയ്ക്ക് കളിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് എത്ര ദിവസം ഇത് ഉണ്ടാവുമെന്നോ എത്ര പേർക്ക് ഇത് തിയേറ്ററിൽ പോയി കാണാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. പക്ഷേ നിങ്ങൾ ഈ സിനിമ കാണണം. അത് തിയേറ്ററിൽ കാണണമെന്നോ അല്ലെങ്കിൽ OTT പ്ലാറ്റ്ഫോമിൽ കാണണമെന്നോ ഞാൻ സ്പെസിഫിക്കലി പറയുന്നില്ല. പക്ഷേ ഈ സിനിമ കാണണം. ഇതൊരു രസമുള്ളൊരു കുഞ്ഞു പടമാണ്, നൈസാണ്, സൂപ്പറാണ്. എനിക്ക് ഇമോഷണലി എനിക്ക് ഭയങ്കര രസമായിട്ട് തോന്നി. ഒരുപാട് കണക്ട് ചെയ്ത മൊമെൻറ്റുകളുള്ള, നമുക്ക് കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളിലും നല്ല സുഖമുള്ള, നല്ല രസമുള്ള കാര്യങ്ങൾ കണ്ടെത്താൻ പറ്റില്ലേ, അങ്ങനെ ഒരു കുഞ്ഞു സാധനമാണ്. അപ്പോൾ കാണാൻ ശ്രമിക്കുക. നിങ്ങൾ ഈ സിനിമ തിയേറ്ററിൽ കണ്ട ആളാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ വീഡിയോയുടെ താഴെ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. കമൻറ്റ്സ് നോക്കിയിട്ട് സിനിമയ്ക്ക് പോകണോ വേണ്ടോ എന്ന് തീരുമാനിക്കുന്ന ആളുകൾക്ക് അതൊരു വലിയ സഹായമായിരിക്കും. അപ്പോൾ താങ്ക് യു സോ മച്ച്. അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം.